നമസ്കാരം. ഞാൻ ദാ കുറച്ച് ക്യാരറ്റ് തൊലി കളയണു, ഉള്ളി തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കാണിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിക്കാത്ത എന്തെങ്കിലും ആവുകയാണെങ്കിൽ നിങ്ങൾക്കും അത് കാണാനായിട്ടൊരു പുതുമ ഉണ്ടാവില്ലേ. അങ്ങനെ നോക്കിയപ്പോഴാണ് അക്കി റൊട്ടി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഡിന്നറിനാണെങ്കിലും പറ്റിയൊരു വിഭവമാണ് അക്കി റൊട്ടി എന്ന് പറയുന്നത്. അതിൻ്റെ ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഒരുപാട് സമയം ചുറ്റിത്തിരിഞ്ഞിങ്ങനെ അടുക്കളയിൽ നിന്ന് സമയം കളയാതെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത്. ഇതിന് ഉള്ളി വേണം, ക്യാരറ്റ് വേണം, ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയില വേണം, എരിവിന് പച്ചമുളക് വേണം, ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ഇത് എത്ര അളവ് എന്നുള്ളത് ഞാൻ ആ സമയത്ത് അത് ചേർക്കണ സമയത്ത് പറയാം കേട്ടോ. ഇനി ഇതിൽ അരിപ്പൊടിയാണ് വേണ്ടത്. സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, ഇതുപോലത്തെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അളവിൽ നൈസായിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ കേട്ടോ, ഇടിയപ്പത്തിൻ്റെ. ഇനി കുറച്ച് ചെറിയ ജീരകം, നല്ല ജീരകം, പിന്നെ കായപ്പൊടി. ഇനി ഇതിൽ ഞാൻ പറയാത്തതായിട്ട് ഉപ്പ് വേണം, പിന്നെ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ എടുത്ത് വെക്കണം. അത് നമുക്ക് മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഒന്ന് തടവി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ നന്നായിരിക്കും. മല്ലിയില മാത്രം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ എടുക്കാം, കറിവേപ്പിലയും കൂടി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതും കൂടിയിട്ട് എടുക്കാം. അപ്പോൾ ഓഥൻറ്റിക് അക്കി റൊട്ടിയുടെ ശരിയായിട്ടുള്ളൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് അത് കുഴച്ച് ഇതെല്ലാം കൂടി മിക്സ് ചെയ്താൽ മിക്സിങ്ങിലാണ് ആ ഒരു ഓഥൻറ്റിക് ടേസ്റ്റ് വരിക. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ, എനിക്ക് ഈ വിഗാർഡിൻ്റെ മാസീവോ ഫുഡ് പ്രൊസസ്സർ കിട്ടിയിട്ട് കുറച്ചായി, പക്ഷെ ഞാനത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലാണ് നമ്മൾ അതുകൂടി ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിന് ഒരുപാട് ബ്ലേഡ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യം ആ ആവശ്യത്തിനുള്ളത് എടുക്കുക. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്യാനുള്ളതാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ക്യാരറ്റും ഉള്ളിയൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് വേണ്ടത്. അപ്പോൾ ഗ്രേറ്റിംഗ് ബ്ലേഡ് എടുത്തു. അതുകൂടാതെ വൈപ്പ് ചെയ്യാനുള്ളതും അതുപോലെ സ്ലൈസ് ചെയ്യാനുള്ളതും ഷ്രെഡ് ചെയ്യാനുള്ള ബ്ലേഡ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതിൽ കണ്ടോ, വിപ്പ് എന്നുള്ള ഓപ്ഷനും ഉണ്ട്, ഫുഡ് പ്രോസസ്സറും ഉണ്ട്. അതിൽ നമുക്ക് ഈ ഫുഡ് പ്രോസസ്സറിലേക്കാണ് ആക്കേണ്ടത്. അങ്ങനെ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ക്യാരറ്റും ഉള്ളിയും ഗ്രേറ്റ് ചെയ്തെടുത്തു. കണ്ടോ, നല്ല അസലായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പച്ചമുളകും ഇഞ്ചിയും കൂടി ഗ്രേറ്റ് ചെയ്യണം. ഇനി നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് എടുത്തതിലേക്ക് തന്നെയാണ് അരിപ്പൊടി, ഉപ്പ്, ജീരകം, കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനുള്ള സെപ്പറേറ്റ് ബ്ലേഡ് ഉണ്ട്. നമുക്ക് ആട്ട കുഴയ്ക്കാനൊക്കെ ഉള്ള, ചപ്പാത്തി മാവ് കുഴയ്ക്കാനുള്ള ബ്ലേഡ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഈ അരിപ്പൊടി ഇതിൽ തന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് എടുക്കുകയാണ് വേണ്ടത്. ഇനി ഗ്രേറ്റ് ചെയ്തതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കുകയാണ്, 1 ടീസ്പൂൺ ജീരകം, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ചേർക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുക. ആദ്യം വെള്ളമില്ലാതെ ആ ഗ്രേറ്റ് ചെയ്ത വെജിറ്റബിൾസിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ, അതൊന്ന് ഫുഡ് പ്രോസസ്സറിൽ ഇട്ടിട്ട് തന്നെ അടിച്ചെടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിക്കാവൂ കേട്ടോ. 1-2 ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിക്കുക. നമുക്ക് വേണ്ട ഒരു പാകം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി അധികം, അത്രയാണ് വേണ്ടു, കുറച്ചും കൂടി ലൂസായിരിക്കണം. ഈ മാവിൻ്റെ ഒരു ടെക്സ്ചർ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇതുപോലെയാണ് വേണ്ടത്. ചപ്പാത്തി മാവ് പോലെ അത്ര ഹാർഡല്ല, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ വിത്തിൻ സെക്കൻഡ്സ് നമുക്കത് ഉരുട്ടി കിട്ടി. അതുപോലെ നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീൻ ആയിട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനെ പൊടിയൊക്കെ വീണ് വൃത്തികേടാകില്ല. അതാണ് ഇതിൻ്റെ ഒരു സ്പീഡ് കൺട്രോളിൻ്റെ പ്രത്യേകത. നമുക്ക് സ്റ്റഡി ആയിട്ട് അതങ്ങനെ തന്നെ അത് മിക്സായി വന്നോളും, ഈവണായിട്ട്. അങ്ങനെ നമുക്ക് കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഇത് നല്ല ഈസി ആയിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി വേണ്ടത് വാഴയില മുറിക്കുക. ചെറിയ ചെറിയ ഇലയിൽ നമ്മൾ അടയൊക്കെ പരത്തണത് പോലെ കൈ കൊണ്ട് പരത്തിയിട്ട് വേണം ഇതുണ്ടാക്കാൻ. ഒരു ചെറിയ കഷ്ണം ഇല എടുക്കുക. അതിൽ ഒരു തുള്ളി എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് പതുക്കെ തടവി കൊടുക്കുക. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ, അത് ചെറിയ ബോളുകളാക്കിയിട്ട് വെച്ച് കൈ കൊണ്ട് ഇങ്ങനെ തട്ടി 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 പരത്തി കൊടുക്കുക. ഒരു റൊട്ടിയുടെ ഷേപ്പിലേക്ക് ആക്കുക. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലും കുറച്ച് എണ്ണ തടവി കൊടുക്കുക. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി എണ്ണ തടവി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കണം. കാരണം ഇത് വേവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശ പോലെ വേവില്ല,
അത് ക്ഷമയോട് കൂടിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ച് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. ഒന്നങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെല്ലെ ഈ ഇല എടുക്കാം കേട്ടോ. കണ്ടോ, ഇനി മറിച്ചിട്ടിട്ടും കൂടി വേവിച്ചെടുക്കണം. കുറച്ച് എണ്ണ ഇതിൻ്റെ മുകളിൽ തടവി കൊടുക്കാം, മറിച്ചിടാം. ഇലക്കഷ്ണം എടുക്കുക, 1-2 തുള്ളി എണ്ണ അതുമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരു ഉരുള എടുക്കുക. എപ്പോഴും കുറച്ച് വെള്ളം വെക്കുക, വെള്ളത്തിൽ കൈ മുക്കിയിട്ട് ഇതിനെ ഇങ്ങനെ തട്ടിപ്പരത്തി കൊടുക്കുക. വളരെ എളുപ്പമാണ്, ഫാസ്റ്റായിട്ട് ഒന്ന് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത് വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റും. ചപ്പാത്തിയേക്കാളും ഈസി ആയിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റണതാണ്. ദോശക്കല്ല് ഒന്ന് ചൂടായി കിടക്കണതായതുകൊണ്ട് പിന്നെ നമ്മളെപ്പോഴും സിമ്മിൽ വെച്ചാൽ മതി. എണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഇല ഒന്ന് ചൂടായാൽ നമുക്ക് പതുക്കെ ഇതങ്ങോട്ട് വിടിച്ചെടുക്കാം. കണ്ടില്ലേ, തിരിച്ചും മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ ഏറ്റവും മാച്ചായിട്ടുള്ളത് ചട്നി തന്നെയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉള്ളിയൊന്നും ചേർക്കാത്തൊരു ചട്നിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഒരു ചെറിയ മുറി തേങ്ങ ചിരകിയത്, അതിന് എരിവിനനുസരിച്ചിട്ട് 3-4 വറ്റൽമുളക് ചേർക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതാണ് ഒരു സിമ്പിൾ ചട്നി. നമ്മൾ വേറെ ഇഞ്ചിയോ അല്ലെങ്കിൽ ഉള്ളിയോ ഒന്നും ഇതിൽ ചേർക്കണില്ല. അപ്പോൾ ചട്നി ഇതാ കണ്ടോ, നല്ല മഷി പോലെ അരയാന്ന് പറഞ്ഞില്ലേ, അതുപോലെ അരഞ്ഞിട്ടുണ്ട്. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്ലേഡാണ്. വിത്തിൻ സെക്കൻഡ്സ് അത് നന്നായിട്ട് അരഞ്ഞു കിട്ടി. ഇനി ഇതിലേക്ക് വറുത്തിടുകയും കൂടി വേണ്ടു. അങ്ങനെ നമ്മൾ വറുത്തിട്ട് കഴിഞ്ഞു. കുറച്ച് വെളിച്ചെണ്ണയിൽ വറ്റൽമുളകും കടുകും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാ ചട്നി റെഡി. ഇത് അത്യാവശ്യം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും കട്ടി കൂടിയിട്ട് കട്ടി കുറഞ്ഞിട്ട് അങ്ങനെ ആവരുത്. ഒരേ കട്ടിയിൽ തന്നെ നമ്മൾ പരത്തണ സമയത്ത് അത് പരത്തി റെഡിയാക്കണം. അപ്പോഴാണ് എല്ലാ ഭാഗവും ഒരുപോലെ വേവുള്ളൂ. ഇതിൻ്റെ കൂടെ ഈ ഒരു റെഡ് കോക്കനട്ട് ചട്നി നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു അക്കി റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത സമയം എന്ന് പറയുന്നത് വെറും അരമണിക്കൂറാണ്. റൊട്ടി മാത്രമല്ല, റൊട്ടി പ്ലസ് ചട്നി എന്ന് പറയുന്ന ഈ ഒരു ഫുൾ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അരമണിക്കൂറേ വേണ്ടി വന്നുള്ളൂ. അത് 8 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, കറക്റ്റ് ഒരു 8:25 ആകുമ്പോഴേക്കും കഴിഞ്ഞു. പക്ഷേ എണ്ണ ഞാൻ പറയാമല്ലോ, ഇതിൽ കാണുന്ന പോലെ ഒരു 5-6 റൊട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രിപ്പറേഷൻ ടൈം നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റി. കാരണം ഗ്രേറ്റ് ചെയ്യാനാണെങ്കിലും നമുക്ക് ഇത് ജാറുള്ളതുകൊണ്ട് അതൊന്നും നമുക്ക് മാനുവലായിട്ട് ചെയ്യേണ്ടി വന്നില്ല, കുഴയ്ക്കണതും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ കൂടെ റെഡ് ചട്നി അല്ലാതെ ടൊമാറ്റോ ചട്നി, അത് നല്ലൊരു കോമ്പിനേഷനാണ്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. എല്ലാവരും ഒരു തവണ ഇതൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വിഗാർഡിൻ്റെ ഈ ഒരു മാസീവോ ഫുഡ് പ്രോസസ്സർ നമ്മൾ കണ്ടപ്പോൾ അത് അതിലെന്തൊക്കെ ഉണ്ട്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ജാറുകൾ ഒരുപാടുണ്ട്. ചെറിയ ജാറ് മുതൽ വലിപ്പം കൂടി വരുന്നുണ്ട്. ഏറ്റവും ചെറുത് എനിക്ക് തോന്നുന്നു പൊടിക്കാനൊക്കെ ഉള്ള ജാറ് മുതൽ വ്യത്യസ്ത തരത്തിലുള്ള ജാറുകൾ, ജ്യൂസർ അടക്കം ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം.